നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. വർക്ക് എനർജി പവർ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ വർക്കും എനർജിയും പവറും കഴിഞ്ഞു. ഇനി അതിനകത്ത് മറ്റൊരു ടോപ്പിക് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊളീഷൻസ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. കൊളീഷൻസ് നല്ല രസകരമായ ടോപ്പിക്കാണ്, പക്ഷേ ഡെറിവേഷൻസ് ഉണ്ട്. കൊളീഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ എന്താണ് കൊളീഷൻ? കൂട്ടിയിടിക്കുക അല്ലേ? കൂട്ടിയിടിക്കുന്നതിനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ബോഡീസ്, എ സ്പീഡിൽ വന്നാലും കൊളൈഡ് ചെയ്യും, ബി സ്പീഡിൽ വന്നാലും കൊളൈഡ് ചെയ്യും. അത് രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് വരുമ്പോൾ, വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് കൊളീഷൻ എന്ന് പറയുന്നത്. രണ്ട് വസ്തുക്കൾ വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ അവിടെ സ്ട്രൈക്ക് അഗൈൻസ്റ്റ് ഈച്ച് അതർ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് കൊളീഷൻ. സിമ്പിൾ ആയിട്ട് എന്താണ് കൊളീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ടൈപ്സ് ഓഫ് കൊളീഷൻ. ടൈപ്സ് ഓഫ് ഇത് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് കൊളീഷൻ. ഫസ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ and the second one is inelastic collision. ഇലാസ്റ്റിക് കൊളീഷനും inelastic collision. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ? These collisions in which both momentum and kinetic energy are conserved. നന്നായിട്ട് അറിഞ്ഞിരിക്കുക. മൊമെന്റവും കൈനറ്റിക് എനർജിയും ഉള്ള കൊളീഷൻസിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളീഷൻസ്. These collisions in which both momentum and kinetic energy are കൺസേർവ്. ആ രണ്ടുപേരും കൺസേർവ് ആണെങ്കിൽ, ആരൊക്കെ രണ്ടുപേര്? മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളീഷൻസ്. എക്സാമ്പിൾ ഓർത്തിരുന്നു. കൊളീഷൻസ് ബിറ്റ്വീൻ സബറ്റോമിക് പാർട്ടിക്കിൾസ്. സബറ്റോമിക് പാർട്ടിക്കിൾ വളരെ വളരെ വെയിറ്റ് ഉള്ള വളരെ ഇതായിട്ടുള്ള ആറ്റംസ് ആകാം, സബറ്റോമിക് പാർട്ടിക്കിൾസ് ആകാം. ഇത് തമ്മിലുള്ള കൊളീഷൻസ് എല്ലാം ഏത് കൊളീഷനാണ്? ഇലാസ്റ്റിക് കൊളീഷൻ. ഇനി കൊളീഷൻ ബിറ്റ്വീൻ two glass balls or steel balls, രണ്ട് ഗ്ലാസ് ബോളുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു, രണ്ട് സ്റ്റീൽ ബോൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. ഇതെല്ലാം ഏത് കൊളീഷനാണ്? ഇലാസ്റ്റിക് കൊളീഷൻ. അതായത് എന്താണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം അല്ലേ? ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ these collisions in which momentum is conserved but kinetic energy is not conserved. മൊമെന്റം കൺസേർവ്ഡ് ആണ്, പക്ഷേ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലാത്തതിനെ പറയുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ എക്സാമ്പിൾ ആണ് കൊളീഷൻസ് ഇൻ എവരിഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന എല്ലാ കൊളീഷനും ഏതാണ്? ഇൻഇലാസ്റ്റിക് കൊളീഷൻ. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന എല്ലാ കൊളീഷനും നമ്മൾ ആലോചിക്കുക ഏതൊക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ വഴക്കിടും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ വഴക്കിടുന്നു, അച്ഛനമ്മ വഴക്കിടുന്നു, നിങ്ങൾ വഴക്കിടാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള കൊളീഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞേക്കണം അത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. രണ്ടുപേരും മഴക്കിടുമ്പോൾ നമ്മൾ അതിനെ ഇടയ്ക്ക് വന്നിട്ട് ഇത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ അങ്ങനെ പറയാൻ വേണ്ടിയല്ല, അത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. എവരിഡേ ലൈഫിൽ നടക്കുന്നതല്ല. സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ടു ക്രിക്കറ്റ് ബോൾസ് ആർ കൊളൈഡിങ് ഈച്ച് അതർ. വാട്ട് ടൈപ്പ് ഓഫ് കൊളീഷൻ ഈസ് ദിസ്? രണ്ട് ക്രിക്കറ്റ് ബോൾ കൊളൈഡ് ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്നതല്ലയോ? ക്രിക്കറ്റ് ബോളൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്, ക്രിക്കറ്റ് കളിക്കാറുള്ളതാണ്. അത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ പെടുന്നതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നമുക്ക് ഏകദേശം കൊളീഷൻസിനെ പറ്റി നല്ലൊരു ധാരണയായി. രണ്ട് വസ്തുക്കൾ വളരെ ക്ലോസ് ആയിട്ട് വരുവാണെങ്കിൽ, അത് വന്ന് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും അതിനെ പറയുന്ന ഒരു കൊളീഷൻ ആണ്. There are two types of collisions are there, elastic collision and inelastic collision. Both momentum and kinetic energy are conserved, then it is called elastic collision. Example കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ momentum is conserved but kinetic energy is not conserved, it is called inelastic collision. Most of the collisions in everyday life are inelastic. ഇത്രയാണ് നമ്മുടെ ഇൻട്രോ കൊളീഷൻസ്. പൊളിച്ചില്ലേ? അടിപൊളിയായില്ലേ? ഇനി നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 dimension, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 dimension, ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ മെയിൻ സാധനം.
അന്നത്തെ ഇലാസ്റ്റിക് കൊളീഷൻ വൺ ഡയമെൻഷൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഡിറൈവ് ചെയ്യാൻ പോവാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് കണ്ട് അങ്ങോട്ടങ്ങ് പഠിച്ചാൽ മതി. അരെ സൂപ്പർ. അത് നമുക്ക് ഇലാസ്റ്റിക് കൊളീഷൻ വൺ ഡയമെൻഷൻ. നമ്മളിപ്പം ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്താണെന്ന് പഠിച്ചു, ഇതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് പഠിച്ചു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ അതിന്റെ ഡെറിവേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾക്കൊരു ഭയങ്കര ഡെറിവേഷൻ പഠിച്ചെന്ന് നമ്മൾ തോന്നലേ ഉണ്ടാകത്തില്ല. ഓക്കെ, എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ബോഡീസ്, എയും ബിയും. എയും ബിയും നിങ്ങൾ നോക്കിയേ ഒരേപോലുള്ള ബോഡീസ് ആണ്, ഒരിക്കലുമല്ല. നോക്കിയേ ഡിഫറെന്റ് ബോഡീസ് അതിന്റെ ഷേപ്പിലുണ്ട്. എ ചെറുതാണ്, ബി വലുതാണ്. എ സഞ്ചരിക്കുന്ന വെലോസിറ്റി ആണ്, ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആണ് u1, ബിയുടെ വെലോസിറ്റി ആണ് u2. ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ഇനീഷ്യൽ വെലോസിറ്റി. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ബോഡീസ്, എയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് u1, ബിയുടെ വെലോസിറ്റി u2. ഇതിന്റെ മാസ് m1 m2 എന്ന് എടുക്കാം കേട്ടോ. ഡയഗ്രത്തിനകത്ത് കൊടുത്തില്ലെങ്കിലും എയുടെ മാസ് m1 ഉം ബിയുടെ മാസ് m2. ഓക്കെ, ഒന്നുകൂടെ പറയാം. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബോഡീസ്, അതിന്റെ മാസ് m1, എയുടെ മാസ് m1, ബിയുടെ മാസ് m2. സഞ്ചരിക്കുന്ന വെലോസിറ്റി, ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി u1 a, ബി സഞ്ചരിക്കുന്ന വെലോസിറ്റി u2. ഇതെല്ലാം സെയിം ഡയറക്ഷൻ, സ്ട്രെയിറ്റ് ലൈൻ. അല്ല, സെയിം ഡയറക്ഷൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. കുറച്ച് കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവരുണ്ടോ, കെട്ടിപ്പിടിച്ചിരിക്കുന്നവരൊന്നും കണ്ടോ എന്ന് പറഞ്ഞാൽ എന്തുവാ, കൊളീഷൻ ഉണ്ടായി, കൂട്ടിയിടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എ ആയിരിക്കാം സ്പീഡിൽ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ബി ആയിരിക്കാം. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംഭവിച്ചു, അവിടെ എന്തോ സംഭവിച്ചു. ഒന്നുകിൽ എ ബിയോ സ്പീഡിൽ സഞ്ചരിക്കുകയോ ശ്രദ്ധിക്കാതെ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്തപ്പം അവിടെ എന്തായി, കൊളീഷൻ ഉണ്ടായി. കൊളീഷൻ ഉണ്ടായതാണ് ഈ സാധനം. ഇതൊരു ഫോട്ടോ എടുക്കുന്നവർ നിങ്ങൾ നോക്കണം, എയും ബിയും കൊളീഷൻ. ഇനി കൊളീഷന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന വെലോസിറ്റി ആയിരിക്കുമോ, എയുടെ വെലോസിറ്റി v1 ആയി, ബിയുടെ വെലോസിറ്റി v2 ആയി. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ, സെയിം ഡയറക്ഷനാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കും, മാസിന് വ്യത്യാസം വരും. ഇപ്പം രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിച്ചു. ഒരാളുടെ കിലോ 60 കിലോ, മറ്റൊരാളുടെ കിലോ 70 കിലോ. അങ്ങോട്ട് കൂട്ടിയിടിച്ചതിന് ശേഷം അങ്ങോട്ട് എഴുന്നേക്കുമ്പോൾ 60 കിലോ ഉള്ളത് 80 കിലോ, 80 കിലോ ഉള്ളത് 100 കിലോ ആവും. ഇല്ല, മാസ് ഡസ് നോട്ട് ചേഞ്ച്. അത് മാത്രം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നുകൂടെ പെട്ടെന്ന് ഡയഗ്രാം എന്ന് പറയാം. എയും ബിയും രണ്ട് ബോഡീസ്, എയുടെ മാസ് m1, ബിയുടെ മാസ് m2, എയുടെ വെലോസിറ്റി u1, ബിയുടെ വെലോസിറ്റി u2, ട്രാവലിംഗ് ഇൻ സെയിം ഡയറക്ഷൻ, സെയിം സ്ട്രെയിറ്റ് ലൈൻ. ലെറ്റ് ദം കൊളൈഡ്. കൊളൈഡ് ചെയ്യുന്നതിന് അവസരം കൊടുക്കണം. അത് നമ്മളിവിടെ കൊടുത്ത് കൊളൈഡ് ചെയ്തു. അതിനുശേഷം കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ ആണ് ഇത്. അന്നേരം മാസിന് വ്യത്യാസമൊന്നുമില്ല, അത് ഇതേപോലെ തന്നെ ഇരിക്കും m1 m2. പക്ഷെ വെലോസിറ്റിക്ക് ചേഞ്ച് ചെയ്ത്, കാരണം ഇടിച്ചതിന് ശേഷം പഴയ വെലോസിറ്റിയിൽ ഒരിക്കലും സഞ്ചരിക്കാൻ പറ്റത്തില്ല. അന്നേരം എയുടെ വെലോസിറ്റി v1 ആയി, ബിയുടെ വെലോസിറ്റി v2 ആയി. ഇത് ഫൈനൽ വെലോസിറ്റി നമുക്ക് പറയാം, അല്ലേ? അന്നേരം നമുക്ക് ഡെറിവേഷൻ അങ്ങ് തുടങ്ങാം. ഓക്കെ, ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓർത്തിരുന്നാലും മതി. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഈക്വൽ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ, ഇതാണ് കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് മൊമെന്റം? മാസ് ഇൻടു വെലോസിറ്റി. അന്നേരം ഇവിടുത്തെ മൊമെന്റം എന്തുവാ? ഇവിടുത്തെ മാസ് m1, അവിടുത്തെ വെലോസിറ്റി v1. അന്നേരം മൊമെന്റം എന്ന് പറയുന്നത് m1 v1. ഇവിടുത്തെ മാസ് m2, ഇവിടുത്തെ വെലോസിറ്റി v2. അന്നേരം അവിടുത്തെ മൊമെന്റം എന്ന് പറയുന്നത് m2 v2. കൂട്ടുമ്പോൾ കിട്ടുന്നത് എങ്ങനെയാണ്? m1 v1 കേട്ടോ പ്ലസ് m2 v2 ഈക്വൽ ബിഫോർ കൊളീഷൻ ആകുമ്പോൾ m1 u1, m2 u2. കൂട്ടുമ്പോൾ കിട്ടുന്ന m1 u1 പ്ലസ് m2 u2. ഇക്വേഷൻ നമ്പർ 1. സിമ്പിൾ. മാസിന്റെ വെലോസിറ്റി മൊമെന്റം ആണ്. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ആകുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക. മൊമെന്റം ബിഫോർ കൊളീഷൻ ആകുമ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുക. ഇക്വേഷൻ നമ്പർ 1 ആയി. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇലാസ്റ്റിക് കൊളീഷൻ പ്രത്യേകത എന്താണ്? വളരെ അറിഞ്ഞിരിക്കേണ്ടത്, ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ്. മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ് ഏത് കൊളീഷനിൽ? ഇലാസ്റ്റിക് കൊളീഷൻ. അന്നേരം കൈനറ്റിക് എനർജി മൊമെന്റം നമ്മൾ എഴുതി. ഇനി കൈനറ്റിക് എനർജി എഴുതിയതുപോലെ ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ. കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എന്തോ അത് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഹാഫ് mv². ഇതേപോലെ എഴുതിയാൽ മതി. ഇവിടെ ഹാഫ് m1 v1 പ്ലസ് m2 v2 അല്ലേ? ഹാഫ് mv² അല്ലേ? ഹാഫ് m1 v1² പ്ലസ്
half m2 v2 square equal half m1 u1 square plus half m2 u2 square. Equation number 2. Very easy. Equation number 2. From equation 1, equation m1 in the terms of m1 v1 minus m1 u1 equal m2 u2 minus m2 v2. m1 in terms of m1 v1 minus m1 u1, m2 in terms of m2 u2 minus m2 v2. എന്തിനാ കോമൺ എടുക്കാൻ വേണ്ടി m1 v1 minus m1 u1 ൽ നമുക്ക് m1 കോമൺ എടുക്കാം. m1 into v1 minus u1 equal m2 into u2 minus v2. Equation number 2. ഇവിടെ വരെ ക്ലിയർ ആയല്ലോ, കട്ട് ആൻഡ് ക്ലിയർ, സൂപ്പർ. ഇത്രയും നല്ലപോലെ എഴുതി പഠിക്കണം. ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്പുകളിലേക്ക് കിടക്കാം. ഓക്കേവാ? ഓക്കെ. അല്ല, നമ്മൾ ഇത്രയും കഴിഞ്ഞ ശേഷം അടുത്ത ഇക്വേഷൻ നമ്പർ 1 പോലെ ഇക്വേഷൻ നമ്പർ 2 എഴുതാം. m1 ടേംസിൽ ഒരുമിച്ച് കൊണ്ടുവരാം. അന്നേരം ഹാഫ് എം വി വൺ സ്ക്വയർ ഹാഫ് m1 v1 സ്ക്വയർ മൈനസ് ഹാഫ് m1 u1 സ്ക്വയർ. m1 ടേംസ് ഏകദേശം നിങ്ങൾക്ക് ഒരു ബ്രില്യൻസ് ആയി കാണും, ഏകദേശം മനസ്സിലായി കാണും. m1 ടേംസിൽ ഒരുമിച്ച് കൊണ്ടുവന്നു ഈക്വൽ m2 ടേംസിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നു ഹാഫ് m2 u2 സ്ക്വയർ മൈനസ് ഹാഫ് m2 v2 സ്ക്വയർ. ഇത് ഇങ്ങനെ ചെയ്യാൻ നല്ല രസമാണ്, പഠിച്ചിരിക്കാൻ ആസ്വദിച്ചാൽ പഠിച്ചു. ഇനി ഇവിടെ രണ്ടിടത്തും നമുക്ക് കോമൺ എടുക്കാവുന്നത് ഇവിടെ ഹാഫ് എടുക്കാം, m1 എടുക്കാം. അന്നേരം ഹാഫും m1 കോമൺ ആയിട്ട് എടുത്തു, ബാക്കി v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ ഈക്വൽ ഇപ്പുറത്തും ഹാഫ് m2 കോമൺ ആയിട്ട് എടുക്കാം, ഹാഫ് m2 into u2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ. രണ്ടിടത്തും നമുക്ക് കട്ട് ചെയ്ത് കളയാം ഹാഫ്, ബാക്കി m1 സ്ക്വയർ into v1 m1 into v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ ഈക്വൽ m2 into u2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ. m1 into v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്സിലെ ഫണ്ടമെന്റൽ ഇക്വേഷൻ ഉള്ളതാണ്. a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് b into a മൈനസ് b. അങ്ങനെയാണെങ്കിൽ v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ v1 പ്ലസ് u1 into v1 മൈനസ് u1 ഈക്വൽ m2 into u2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ u2 പ്ലസ് v2 into u2 മൈനസ് v2. അത് ഇക്വേഷൻ നമ്പർ 4. ഇനി സിമ്പിൾ ആണ്. Equation 4 divide by equation 3. Equation 4 divide by equation 3. Equation 4 ഇതാണല്ലോ, m1 into v1 plus u1 into v1 minus u1 by സെയിം സൈഡ് തമ്മിൽ ഇക്വേഷൻ 3 തന്നെയാണോ നോക്കി വെച്ചേക്കുക. സെയിം സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 3 സെയിം സൈഡ് ഇതാണ് m1 into v1 minus u1 ഈക്വൽ ഇക്വേഷൻ 4 m2 into u2 plus v2 into u2 minus v2 by ഇക്വേഷൻ 3 സെയിം സൈഡ് m2 into u2 minus v2. വേറെ ഒന്നിനും വേണ്ടിയല്ല, നമുക്ക് ഈസി മെത്തേഡിലും കട്ട് ചെയ്യാം. നോക്കി m1 ക്യാൻസൽ, v1 minus u1 ക്യാൻസൽ. എന്ത് രസം അല്ലേ? m2 ക്യാൻസൽ, u2 minus u2 minus v2 ക്യാൻസൽ. ബാക്കി എന്തൊക്കെ വരുന്നു നോക്കി, v1 plus u1 ഇപ്പുറത്ത് u2 plus v2. എന്ത് സിമ്പിളായി, v1 plus u1 ഈക്വൽ u2 plus v2. ഇനി നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ട് അറേഞ്ച് ചെയ്ത് നിർത്താം അല്ലേ? ഒരു ഫൈനൽ ഇക്വേഷനോട് വരും. വിയുടെ ടേംസിൽ ഒരുമിച്ച് വരും. അന്നേരം v1 ഈ v2 പുറത്ത് വന്നാൽ മൈനസ് v2. അന്നേരം v1 മൈനസ് v2 ഈക്വൽ u2 ഇപ്പോൾ വന്നാൽ u2 മൈനസ് u1. അന്നേരം v1 മൈനസ് v2 ഈക്വൽ അന്നേരം v1 മൈനസ് v2 v1 ആണ് ആദ്യം. അന്നേരം ഇപ്പുറത്തും u2 മൈനസ് u1 u1 ആദ്യം പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, u2 മൈനസ് u1 മൈനസ് ഓഫ് u1 മൈനസ് u2. v1 കൂട്ട് തന്നെ u1 ആദ്യം പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു മൈനസ് കൊടുത്തിട്ട് മൈനസ് ഓഫ് u1 മൈനസ് u2 അതൊട്ട് വേണമെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. മൈനസ് u1 ശരിയല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് u2 അങ്ങനെ u2 മൈനസ് u1 എന്ന് കിട്ടും. അന്നേരം ഇതാണ് ഫൈനൽ ഇക്വേഷൻ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറയണം, v1 മൈനസ് v2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിഫറൻസ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നവരാണ് റിലേറ്റീവ് വെലോസിറ്റി. ഈ v1 v2 എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ്. റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റില്ല, അതിനോട് ഒരു മൈനസ് ഉണ്ട്. ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. കാരണം u1 u2 കൊളീഷൻ മുമ്പുള്ള വെലോസിറ്റി. ഈ സെന്റൻസ് വൃത്തിയായിട്ട് ലാസ്റ്റ് ചെയ്യണം. റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ
V1 V2 കൊളിഷൻ ശേഷമുള്ളതാണ്. ഈസ് എന്തുകൊണ്ടാണ് ന്യൂമറിക്കലി ഈക്വൽ ടു എഴുതാത്തത്? കാരണം ഒരു മൈനസ് ഉണ്ട്. ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു എഴുതാൻ പറ്റത്തില്ല. ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളിഷൻ. ഇത്രയാണ് ഇലാസ്റ്റിക് കൊളിഷൻ 1 ഡയമെൻഷന്റെ ഡെറിവേഷൻ. നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതി പഠിച്ചാൽ സൂപ്പർ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കേണ്ടതാണ് ടു ഫൈൻഡ് ദി വെലോസിറ്റീസ് ആഫ്റ്റർ കൊളിഷൻ. കൊളിഷൻ ശേഷമുള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ ഡെറൈവ് ചെയ്ത് V1 V2 അതിന്റെ സ്പെഷ്യൽ കേസ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് കൊളിഷൻ 2 ഡയമെൻഷൻ കഴിഞ്ഞാൽ പെർഫെക്റ്റ്. വർക്കാണ് ഇപ്പോൾ പ്ലേ. അങ്ങനെ വേണം പഠിക്കാൻ, ഇങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. അന്നേരം വൃത്തിയായിട്ട് പഠിക്കുക. ഓരോ ക്ലാസ്സും കണ്ട് കണ്ട് കൃത്യമായിട്ട് പോവാ. നല്ലത് പഠിക്കുക. പഠിക്കാൻ വിട്ടു പോകരുത്. ലാസ്റ്റ് ഒരുമിച്ച് പഠിക്കാമെന്ന് വിചാരിക്കരുത്, പണി കിട്ടും. നന്നായിട്ട് പഠിച്ചോളാം. അന്നേരം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.